ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും പൂജാമുറിയിൽ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്ന സമയത്തിന് രേവതി പറയുകയാണ്, ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സച്ചി പറയുകയാണ്, എനിക്കങ്ങനെ ആരുടെ മുന്നിൽ യാചിച്ച് നിൽക്കുന്നത് ഇഷ്ടമല്ല. അതിന് ദൈവത്തിൻ്റെ മുന്നിലായാലും ശരി തന്നെ. എനിക്ക് വേണ്ടിയിട്ട് നീ തന്നെ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അതൊന്നും ശരിയാവില്ല. അങ്ങോട്ട് കൈകൂപ്പി നിന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചേ എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ സച്ചിയെ കൈകൂപ്പി നിർത്താനായിട്ട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി കൈകൂപ്പി രേവതിക്കൊപ്പം നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ണടച്ച് നിന്നിട്ട് ഒരു കണ്ണ് തുറന്ന് ഇങ്ങനെ രേവതിയെ നോക്കുകയാണ്. അത് രേവതി കാണുകയും ചെയ്യുകയാണ്. അങ്ങനെ അവർ രണ്ട് പേരും കൂടി ഇങ്ങനെ പൂജാമുറിയിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്തിന് സച്ചി രേവതിയോട് പറയുകയാണ്, ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ രേവതി പറയണം, അയ്യോ ഒരു മിനിറ്റ്, ഇത്തിരി ചായ കുടിച്ചിട്ട് പോവാം. ചായ കുടിക്കാനൊന്നും എനിക്ക് നേരമില്ല, പോകുന്ന വഴിക്ക് ഏതെങ്കിലും ചായക്കടയിൽ നിന്ന് കഴിക്കാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ലെന്നേ. ഒരിത്തിരി ചായ കുടിക്കുന്നതിന് എത്ര സമയം വേണം? ഒന്ന് നിൽക്കുക, ഞാൻ പെട്ടെന്ന് ഇട്ടുകൊണ്ട് വരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് രേവതി ചായ ഇടാനായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്തിന് സച്ചി ഇങ്ങനെ നിന്നിട്ട് ആലോചിക്കുകയാണ്, അവൾ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞാലോ എന്നിങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ്, മുങ്ങാനല്ലേ ആലോചിക്കുന്നത്? മുങ്ങിക്കളഞ്ഞാലുണ്ടല്ലോ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചായയും കൊണ്ട് വരും, നോക്കിക്കോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണം, ഇപ്പോൾ പൂക്കച്ചവടമൊക്കെ മാറിയിട്ട് നിൽക്കുകയല്ലേ, വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ചായ അടിച്ച് നീ ജീവിച്ചോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി നാക്കിയിട്ട് രേവതി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, ഞാൻ മനസ്സിലോർത്ത കാര്യം ഇവർക്ക് എങ്ങനെ മനസ്സിലായി? ചുമ്മാതല്ല അച്ചമ്മ പറയുന്നത്. ഈ പെണ്ണുങ്ങൾക്ക് ആരെങ്കിലും മനസ്സിൽ വിചാരിക്കുന്ന കാര്യം വായിച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്ന് അച്ചമ്മ പറയുന്നത് ചുമ്മാതൊന്നും അല്ല എന്നിങ്ങനെ സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ രേവതി ചായ ഇടാനൊക്കെ ആയിട്ട് തുടങ്ങാനായിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് തന്നെ നമ്മുടെ സച്ചിയും പിന്നാലെ കുതിക്കുകയാണ്. എന്നിട്ട് രേവതി ഇങ്ങനെ വെള്ളം അടുപ്പിലേക്ക് വെക്കുന്ന സമയത്തിന് സച്ചി വന്നിട്ട്, എന്താ ഇത്, ഇത്ര അനങ്ങി നിന്നാൽ എങ്ങനെയാ, ഞാൻ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ പാലൊക്കെ മേടിച്ച് ഇങ്ങനെ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്തിട്ട് എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് സച്ചി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ രേവതി പറയണേ, എന്താ ഇങ്ങനെ വെറുതെ നിൽക്കുന്നത്? ഇതിപ്പോൾ പെട്ടെന്നാവും, എനിക്കറിയാം ഇതൊക്കെ ചെയ്യാൻ. ആവും കുറേ. സ്റ്റൗ കത്തിക്കാതെ എങ്ങനെയാ ചായ വെള്ളം തിളയ്ക്കുന്നത് എന്നിങ്ങനെ രേവതി ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറഞ്ഞു, അത് ഞാനങ്ങ് മറന്നുപോയതാണ് എന്നിങ്ങനെ സച്ചി പറയുകയാണ്. അങ്ങനെ രേവതി പറയണം, അങ്ങോട്ട് മാറി നിൽക്കുക, ഞാൻ തന്നെ ഇട്ട് തന്നേക്കാം എന്നും പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് പുള്ളിക്കാരന് ചായ ഇട്ട് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി രേവതിയെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുകയാണ്. സച്ചിക്ക് പഴയതുപോലൊന്നുമല്ല, രേവതിയോടുള്ള ആ ഒരു അകൽച്ചയൊക്കെ കുറേ വിട്ടിട്ടുണ്ട്. എന്താ പറയുന്നത്, ഒരു ഭയങ്കര ഇഷ്ടത്തോടു കൂടിയൊക്കെ തന്നെയാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. എന്നിട്ട് രേവതി ആണെങ്കിലുണ്ടല്ലോ ഓരോരോ തമാശകളും കുട്ടിക്കുറുമ്പുകളൊക്കെ പറയുകയാണ്. എന്നിട്ട് അങ്ങനെ സച്ചിയാണെങ്കിൽ അങ്ങ് വെപ്രാളം കാണിക്കുകയാണ്. പക്ഷേ രേവതി പറയുകയാണ്, വെപ്രാളം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഇതിപ്പോൾ പെട്ടെന്നാവും എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി അങ്ങനെ ചായ ഒഴിച്ച് റെഡിയായിട്ട് സച്ചിയുടെ കൈ കൊടുക്കുന്ന സമയത്ത് രേവതി പ്രത്യേകം പറയുന്നുണ്ട്, ചായക്ക് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് കഴിക്കണം എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ സച്ചി ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇങ്ങനെ ഒറ്റൊരു പിടി പിടിച്ചിട്ട്, അയ്യോ ചൂട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നല്ല ചൂടുണ്ടെന്ന്, ശ്രദ്ധിച്ച് വേണ്ടേ കഴിക്കാൻ എന്നിങ്ങനെ രേവതി പറയുകയാണ്. അങ്ങനെ ആ സമയത്തിന് നമ്മുടെ ഇങ്ങനെ ഇവരുടെ ഈ ഓരോരോ വികൃതികളും കുറുമ്പുകൾ കാട്ടുന്നതൊക്കെ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ മാറി നിന്ന് നോക്കി ആസ്വദിച്ച് ചിരിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് അങ്ങനെ രവീന്ദ്രൻ പിന്നീട് അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചിയെ യാത്ര അയക്കാനായിട്ട് നമ്മുടെ രേവതി പോവുകയാണ്. ആ പോകുന്ന സമയത്തിന് സച്ചി രേവതിയോട് യാത്രയൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ സാധാരണ രവീന്ദ്രനോടാണ് സാധാരണ ആദ്യം സച്ചി യാത്ര ചോദിച്ചിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഇന്നങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ രേവതിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് കാറിലേക്ക് നമ്മുടെ സച്ചി കയറുന്ന സമയത്തിന് രേവതി പറയുകയാണ്, സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണേ, വെപ്രാളൊന്നും കാണിക്കരുത് കേട്ടോ എന്നൊക്കെയുള്ള രേവതി
ഭക്തിയുടെ വക ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. സച്ചി അത് അനുസരണയുള്ള ഒരു നല്ലൊരു കുട്ടിയെ പോലെ അതെല്ലാം കേട്ട് തലയൊക്കെ ഇങ്ങനെ ആട്ടുകയാണ്. പറയുന്നതിന് സമാധാനമായിട്ട് മൂളി കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം സച്ചി ഇങ്ങനെ കാറിൽ കയറിയിട്ട് രേവതിയെ നോക്കിയിട്ട് രേവതിയോട് ടാറ്റയൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ, പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. രേവതിയും അതുപോലെ തിരിഞ്ഞു നിന്ന് ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ പോവുകയാണ്. അങ്ങനെ സച്ചി പോയതിന് ശേഷം നമ്മുടെ രേവതി തിരിഞ്ഞ് വീട്ടിലേക്ക് വരാനായിട്ട് ഇങ്ങനെ നടക്കാനായിട്ട് നോക്കുമ്പോൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മുടെ രവീന്ദ്രൻ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, അച്ഛന് സന്തോഷമായി മോളെ, വളരെ സന്തോഷമായി. എനിക്ക് ഈ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ കുറേ നാളായിട്ട് കൊതിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും അതിന് ഫലമുണ്ടായി. ഞാൻ അന്നേ പറഞ്ഞില്ലേ മോളോട് സച്ചി നല്ലവനാണെന്ന്. ഇപ്പം കണ്ടില്ലേ, ഇപ്പം അവന് നല്ല മാറ്റമുണ്ട്. മുമ്പ് അവനിങ്ങനെയൊന്നും ആയിരുന്നില്ല. വീട്ടിൽ വരുന്നതിന് അവന് സമയവും കാലവും ഒന്നും ഉണ്ടായിരുന്നില്ല. തോന്നുമ്പോൾ വീട്ടിൽ വരും, തോന്നുമ്പോൾ പോവും. ഇഷ്ടം പോലെ കുടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ഒരുപാട് മാറി ഇപ്പോൾ സച്ചി. ഇപ്പോൾ മോള് വരയ്ക്കുന്ന വരയ്ക്ക് അപ്പുറത്തേക്ക് അവൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, എല്ലാം മോളുടെ ഭാഗ്യമാണ്. ഇനിയും അവൻ മാറും, ഒരുപാട് മാറും. അച്ഛന് ഉറപ്പുണ്ട്, മോക്കതിന് സാധിക്കും എന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ്. അതേസമയം നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ പുറത്തേക്ക് രാവിലെ നടക്കാനായിട്ട് പുള്ളിക്കാരൻ പോവുകയാണ്. അപ്പോൾ പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി വിവാഹം വിളിക്കാനായിട്ട് നമ്മുടെ മാഡം ഉണ്ടല്ലോ, അന്ന് നമ്മുടെ ശ്രുതിക്കും കൂടി ബെസ്റ്റ് കപ്പിൾസിനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ട്രോഫി കൊടുത്ത ആ മാഡത്തിൻ്റെ അടുത്താണ് നമ്മുടെ ശ്രുതി വന്നിരിക്കുന്നത്. മാഡത്തിനെ നമ്മുടെ ശ്രുതിയുടെ വിവാഹത്തിന് ക്ഷണിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് ശ്രുതിയെ കാണുമ്പോൾ തന്നെ മാഡം പറയാണ്, നിങ്ങൾ അന്നെന്നെ പറ്റിക്കുകയാണ് ഉണ്ടായിരുന്നത്, എന്നാലും കുഴപ്പമില്ല, ആ പുള്ളിക്കാരനെ തന്നെയാണല്ലോ ഇപ്പോൾ ശ്രുതി വിവാഹം കഴിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വിവാഹമംഗളാശംസകൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കിനും എന്നിട്ട് മാഡം പറയുകയാണ്, പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ ശ്രുതി, നിങ്ങളുടെ വിവാഹത്തിൻ്റെ അന്ന് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ അന്നേരം ഇവിടെ ഉണ്ടായിരിക്കില്ല, ഞാൻ മറ്റൊരു രാജ്യത്തേക്ക് പോവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിദേശത്തേക്ക് പോവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക്, അയ്യോ മാഡം, അതെനിക്ക് വിഷമമായി. ഇനിയിപ്പോൾ വിഷമിക്കേണ്ട ശ്രുതി, ഞാൻ എവിടെ ഇരുന്നാലും എൻ്റെ മനസ്സ് നിങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരിക്കും. ശ്രുതി നല്ല കുട്ടിയല്ലേ, അപ്പോൾ ശ്രുതിക്ക് നല്ലൊരു ജീവിതവും കിട്ടും എന്നൊക്കെ ഇങ്ങനെ മാഡം പറയുകയാണ്. അതിനുശേഷം മാഡം ഫോൺ എടുത്തിട്ട് മാഡത്തിൻ്റെ മാനേജറെ വിളിക്കുകയാണ്. മാനേജർ എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ നവീനാണ് മാനേജർ. പുള്ളിക്കാരനാണ് വരുന്നത്. അത് നവീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടായിരിക്കില്ല നിങ്ങൾക്ക്. ആ മാനേജർ അന്ന് രേവതിയോട് മോശമായിട്ട് പെരുമാറിയ പുള്ളിക്കാരനുണ്ടല്ലോ, അയാളാണ് വരുന്നത്. അയാൾ വരുമ്പോൾ തന്നെ രേവതിയെ കാണുമ്പോൾ തന്നെ അയാൾക്ക് ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല. രേവതിയെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് അയാൾ ഓർക്കുകയാണ്, അന്ന് രേവതിയെ തിരക്കിയിട്ട് രേവതി താമസിക്കുന്നിടത്ത് ചെന്നിട്ട് അവിടെ കയറി ചെന്നിട്ട് രേവതിയോട് കുറേ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ, ആ ഒരു കാര്യമൊക്കെ അയാൾ ഓർക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് വന്നിട്ട് നമ്മുടെ ശ്രുതി കണ്ടിട്ട് കയറി വരുന്ന സമയത്തിന് ശ്രുതിയോട് ഇയാളെ പറയുന്നു, ദേ ഇവളെ വിശ്വസിക്കാനൊന്നും കൊള്ളില്ല, ഇവളുടെ ജോലിയുണ്ടല്ലോ ഒഴിച്ചിലാണ്, ദേ ഇവളെ വിശ്വസിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മസാജാണ് ഇവളുടെ ജോലി. പെട്ടെന്ന് അത് കിട്ടിയില്ല. മസാജാണ് ഇവളുടെ ജോലി, അതുകൊണ്ട് ആണുങ്ങളെയൊക്കെ ഇവൾ മസാജ് ചെയ്യുന്നോളാം, അതുകൊണ്ട് ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഇവളുടെ സ്വഭാവം ശരിയല്ലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അയാളുടെ ചെകിടത്തിട്ട് പൊട്ടിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മുടെ നവീൻ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ നവീനിന് ദേഷ്യം കയറി വരികയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ശരിക്കും നവീനെ കണ്ടിട്ട് ഒട്ടും പിടിക്കുന്നില്ല. ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വലിച്ചിറക്കി വെച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോഴത്തേക്കിന് നമ്മുടെ പുള്ളിക്കാരനാണെങ്കിൽ മാഡം പറഞ്ഞതനുസരിച്ച് അവിടെ ഒരു ഷെൽഫിലിരുന്ന ഒരു എന്താ പറയുന്നത്, ഒരു കവർ ഇരിപ്പുണ്ട്, അതിങ്ങ് കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പുള്ളിക്കാരൻ കൊണ്ടുവന്നിട്ട് മാഡത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പുള്ളിക്കാരൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ മാഡം ആ കവർ എടുത്തിട്ട് ശ്രുതിയോട് പറയുകയാണ്, ശ്രുതി, വിവാഹത്തിന് എനിക്ക് വരാൻ കഴിയില്ല, ദേ ഇത് എൻ്റെ വക ഒരു 27,000 രൂപയുണ്ട്, ഇതിന് പറ്റിയ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് വാങ്ങിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്.
അപ്പോൾ അത് നമ്മുടെ ശ്രുതി വാങ്ങിക്കുകയാണ്. എന്നിട്ട് താങ്ക്സ് മാഡം എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മീര ശ്രുതിയെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. മീര ചോദിക്കുകയാണ്, എന്താടി ഇങ്ങനെ വരാൻ ഇത്രയും താമസിച്ചത്? അത് മാഡത്തിന് വിവാഹത്തിന് പങ്കെടുക്കാൻ പറ്റില്ല, പക്ഷേ മാഡം എനിക്കൊരു 27,000 രൂപ തന്നു. ഓ, ശ്രുതിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാട്ടോ. അപ്പോൾ മീര പറയാണ്, ആഹാ നീ കൊള്ളാലോടി, നീ തന്നെയാ ഭാഗ്യവതി, എവിടെ ചെന്നാലും നിനക്ക് പണം ഇങ്ങോട്ട് കിട്ടുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മുടെ നവീൻ അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ ശ്രുതിയെ കാണുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഇങ്ങനെ കടിച്ച്, അതായത് അരച്ച് കൊടുത്താൽ കുടിക്കാനുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് മീര പറയണം, ദേ മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ടില്ലേ, ഇപ്പോൾ ഇയാൾക്ക് നിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, അന്ന് എന്തൊക്കെയായിരുന്നു ജാടയും കാണിച്ചിട്ട് വന്നത്, ആമ്പിള്ളേരെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടപ്പോൾ ഇയാൾക്ക് തൃപ്തിയായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ കേക്കച്ചലെ തന്നെ നമ്മുടെ മീര സംസാരിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, വേണ്ട മിണ്ടാതിരിക്കടി, ബാ പോവാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി മീരയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നവീനാണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് നവീൻ മനസ്സ് വിചാരിക്കുകയാണ്, എടി നീ ഒന്ന് ചെവിയിൽ നുള്ളിക്കോ, നിൻ്റെ വിവാഹം നടക്കുന്നത് ഞാനൊന്ന് കാണിച്ച് തന്നേക്കാം എന്നിങ്ങനെ ഇങ്ങനെ ആലോചിക്കുകയാണ്. നവീൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, നിൻ്റെ വിവാഹം നടക്കുന്നത് ഞാനൊന്ന് കാണിച്ച് തന്നേക്കാം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ നവീൻ. അങ്ങനെ നമ്മുടെ ശ്രുതിയും മീരയും പോവുകയാണ്. അതേസമയത്ത് നമ്മുടെ രേവതി മുറിയിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. അതായത് സച്ചിയെ പറ്റിയാണ് പുള്ളിക്കാരത്തി ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ അസ്വസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സംഭവമാണ് നമ്മുടെ രേവതി ഓർക്കുന്നത്. സച്ചി പറഞ്ഞ ആ ഒരു കാര്യം, ഇത് എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയമാണ്, ഞാൻ എൻ്റെ സ്വന്തം എൻ്റെ കൂടപ്പുറപ്പിനെ പോലെയാണ് ഞാൻ എൻ്റെ വണ്ടിയെ കൊണ്ട് നടന്നത്. എന്നിട്ട് ആ വണ്ടിയെയാണ് ഇവന്മാർ നാശകോടാലിയാക്കിയത്. എൻ്റെ വണ്ടിയോട് ഇങ്ങനെ ചെയ്തവനെയും അതുപോലെ തന്നെ എൻ്റെ വണ്ടിയിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചവനെയും എൻ്റെ കയ്യിൽ കിട്ടട്ടെ, ഞാൻ അവനെ വെറുതെ വിടില്ല, കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ കൊന്നുകളയും, തീർത്തുകളയും എന്നൊക്കെ സച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് രേവതി ഇങ്ങനെ ആകെ ടെൻഷനിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് മുറിയിലേക്ക് വരുന്നത് നമ്മുടെ ശ്രീകാന്ത് വരുന്നത്. എന്നിട്ട് പറയണേ, ഏട്ടത്തി ഞാൻ പോവുകയാണേ എന്നിങ്ങനെ യാത്ര ചോദിക്കാനായിട്ട് വരികയാണ്. പുള്ളിക്കാരൻ റെസ്റ്റോറൻറ്റിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ രേവതി പറയാണ്, ഒന്നവിടെ നിൽക്കി ശ്രീ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ഏട്ടത്തി? എനിക്ക് പേടിയാവുന്നു ശ്രീ, ഇന്ന് രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയിരിക്കുന്നത്. പക്ഷേ എനിക്കെന്തോ അതിലൊരു ആശങ്കയുണ്ട്. ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടിയിൽ കഞ്ചാവ് കിടത്തിയവനെയും വണ്ടി നശിപ്പിച്ചവനെയൊക്കെ തീർത്ത് കളയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യൻ അങ്ങനെ ചെയ്യുക തന്നെ ചെയ്യും. ആ മനുഷ്യന് അത്രയ്ക്ക് ദേഷ്യവും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു ശ്രീ, ഗജാനന്ദനാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യം ശ്രീ പറയരുത്, എങ്ങനെയെങ്കിലും അറിയുമെന്നാണ് എൻ്റെ പേടി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രീകാന്ത് പറയുകയാണ്, ഏട്ടത്തി എന്തിനാ പേടിക്കുന്നത്? ഇതിന് പിന്നിൽ ഗജാനന്ദനാണെന്നുള്ള കാര്യം നമുക്കല്ലേ അറിയാവൂ. നമ്മളത് ആരോടും പറയാതിരുന്നാൽ മതി. പിന്നീട് ദേവുവിനെ കൂടി വിളിച്ച് ഏട്ടത്തി ആ കാര്യം പറഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ദേവുവും പറയില്ല. പിന്നെ എങ്ങനെ അറിയാനാണ് ഏട്ടൻ? പിന്നെ CCTV ഫുട്ടേജ് ഒന്നും നോക്കാനുള്ള അത്രയും ചിന്തയൊന്നും ഏട്ടന് പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്, ശ്രീകാന്ത് പറയുകയാണ്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുകയാണ്, എനിക്കെന്തോ പേടിയാവുന്നു ശ്രീ എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം രേവതി പറയുകയാണ്, അന്ന് നിൻ്റെ ഫ്രണ്ടില്ലേ ആ കുട്ടി വർഷ, ആ കുട്ടി ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഇറക്കാനൊന്നും പറ്റില്ലായിരുന്നു. ആ കുട്ടി എനിക്കൊന്ന് കാണണം ശ്രീ, എനിക്ക് ആ കുട്ടിയോട് നന്ദി പറയണം, എന്നെ ഒന്ന് ആ കുട്ടിയുടെ അടുത്ത് കൊണ്ടുപോകുമോ എന്നിങ്ങനെ രേവതി ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയണം, അതിനെന്താ ഏട്ടത്തിയെ ഞാൻ കൊണ്ടുപോകാമല്ലോ, അവൾ ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്, അവൾ വർക്ക് ചെയ്യുന്നിടത്ത് ഏട്ടത്തെ ഞാൻ ആ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയണം, ആ ശ്രീകാന്ത് പറഞ്ഞിട്ട് എനിക്കറിയാം, ആ കുട്ടിക്ക് ഭക്ഷണത്തോടൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണത്തോടൊക്കെ ഭയങ്കര കമ്പോണെന്ന്, ഞാൻ വെറൈറ്റി ആയിട്ട് ഒരു ഡിഷൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ രേവതിയോട് പറയണം, ഏട്ടത്തി റെഡിയായിട്ട് വാ, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ വർഷയെയാണ് കാണിക്കുന്നത്, ഡബ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ പുള്ളിക്കാരത്തി ഡബ്ബിങ് ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി വരുന്ന സമയത്തിന് അതിൻ്റെ അണിയറ പ്രവർത്തകർ, അങ്ങനെ പറയാൻ എനിക്കറിയൂ, അവർ പറയുകയാണ്, ഒരു ആർട്ടിസ്റ്റ് ഇന്ന് വന്നിട്ടില്ല, അപ്പോൾ അവരുടെ ഒരു വർക്ക് കൂടിയുണ്ട്, അതും കൂടി ഇന്ന് ചെയ്ത് തീർത്ത് കിട്ടിയാലേ കാര്യം നടക്കുള്ളൂ എന്ന് പറയുകയാണ്. അവരുടെ ആ ഒരു പോർഷനും കൂടെ വർഷയോട് ചെയ്യാനായിട്ട് പറയുകയാണ്. അപ്പോൾ വർഷ പറയുന്നത്, അത് ശരിയാവില്ല, ഞാൻ ഡബ് ചെയ്യുന്ന സീരിയലിൽ 2
ആർട്ടിസ്റ്റിനും ഞാൻ ശബ്ദം കൊടുക്കുക എന്ന് വെച്ചാൽ അത് ശരിയാവില്ല, അത് മറ്റാരെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വർഷ ഇറങ്ങി പോവുകയാണ്. അപ്പോഴത്തേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്തും നമ്മുടെ രേവതിയും അവിടെ ഇരിക്കുന്നത് കാണുകയാണ്. അങ്ങനെ അവരെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. ആ ഹിതാരെ ഏട്ടത്തിയും കൂടെ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ വർഷ ചെല്ലുകയാണ്. എന്നിട്ട് ഇരിക്കുക ഏട്ടത്തി, ഒത്തിരി നേരമായോ നിങ്ങൾ വന്നിട്ട് എന്നെ വിളിക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്തിന് രേവതി പറയാണ്, ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വർഷയോട് നന്ദി പറയാനാണ് വന്നത്. അന്ന് വർഷ ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ അദ്ദേഹത്തെ ഇറക്കാനൊന്നും പറ്റില്ലായിരുന്നു, അദ്ദേഹം ജയിലിൽ പോവേണ്ട അവസ്ഥ വന്നേനെ. അതിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ വർഷ പറയാണ്, ശ്രീകാന്ത് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, അപ്പോൾ ശ്രീകാന്തിന് വേണ്ടപ്പെട്ടവർ എനിക്കും വേണ്ടപ്പെട്ടവരാണ്, അതുകൊണ്ടാണ് ഞാൻ അതിന് ഇടപെട്ടത്. അതിന് ഏട്ടത്തി എന്നോട് നന്ദിയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രേവതി പറയുകയാണ്, ശ്രീകാന്ത് പറഞ്ഞിട്ട് എനിക്കറിയാം വർഷയ്ക്ക് ഭക്ഷണത്തോടൊക്കെ വലിയ ഇഷ്ടമാണെന്ന്, വ്യത്യസ്തമായ ഭക്ഷണത്തോടൊക്കെ വലിയ ഇഷ്ടമാണെന്ന്. അപ്പോൾ ഉടനെ വർഷ പറഞ്ഞു, ആഹാ ശ്രീകാന്ത് എന്നെ ഇപ്പോൾ ഒരു തീറ്റപ്പണ്ടാരമാക്കി വെച്ചിരിക്കുകയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഏയ് അല്ല അങ്ങനൊന്നുമല്ല എന്നിങ്ങനെ പറയുമ്പോൾ രേവതി പറയണേ, ഏയ് അങ്ങനൊന്നുമല്ല, മോക്ക് വെറൈറ്റി രുചികളുള്ള ഭക്ഷണത്തോട് താല്പര്യമുണ്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ട്. ആണാണ്, ഇപ്പോഴേ ഇവനാണ് എന്നെ ടെസ്റ്ററാക്കി വെച്ചിരിക്കുന്നത്, ഇവൻ എന്തുണ്ടാക്കിയാലും ഇപ്പോൾ ഞാനാണ് അതെല്ലാം ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ അഭിപ്രായം അറിയിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി പറയുകയാണ്, എന്നാലുണ്ടല്ലോ ഞാൻ വെറൈറ്റി ചിക്കൻ കറി കൊണ്ടുവന്നിട്ടുണ്ട്, ഇതൊന്ന് കഴിച്ച് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് രേവതി എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വർഷം അതിങ്ങനെ തുറന്ന് നോക്കുമ്പോഴേ എന്താ രുചി, എന്താ മണം, ഈ മണം അടിക്കുമ്പോൾ അറിയാം ഇത് സൂപ്പറാണെന്നുള്ള കാര്യം അറിയാം. ഇത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇതിൻ്റെ വാസന അടിച്ചപ്പോൾ തന്നെ ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം എൻ്റെ വായിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം അത് കടിച്ച് പറിച്ച് ഇങ്ങനെ തിന്നുകയാണ്. അങ്ങനെ രേവതി ഇത് സന്തോഷത്തോടു കൂടി ഇരുന്ന് ഇങ്ങനെ നോക്കി ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് വർഷ പറയണം, എന്ത് രുചി, സത്യം പറഞ്ഞാലുണ്ടല്ലോ ശ്രീകാന്ത് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോഴുണ്ടല്ലോ അതിൽ ഹെഡായിട്ട് ഏട്ടത്തിയെ കൊണ്ടിരുത്തണം, ഏട്ടത്തി ശ്രീകാന്ത് ഉണ്ടാക്കുന്നതിനേക്കാളും സൂപ്പറായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ്. അപ്പോഴത്തേക്കിന് നമ്മുടെ അതിനുശേഷം രേവതി ചോദിക്കുകയാണ്, അല്ല വർഷയ്ക്ക് ഇവിടെ ഡബ്ബിംഗ് അല്ലേ ജോലി, എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഡബ്ബിങ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന്, എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. രേവതി ഒരു ആഗ്രഹം പറയുകയാണ്. അപ്പോൾ വർഷ പറയണം, അതിനെന്താ ഏട്ടത്തിക്ക് ഞാൻ ഡബ്ബിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, അതുമാത്രമല്ല ഡബ്ബ് ചെയ്യുന്ന റൂമും എല്ലാം കൊണ്ടുപോയി ഞാൻ ഏട്ടത്തി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് അവരിയ്ക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഇഷ്ടമല്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.